നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു വളരെ വിശിഷ്ടമായ ഒരു വിഭവമാണ് കാണിക്കുന്നത്. നോണാണ്. ഇതേ കണ്ടോ. അപ്പോൾ ഒരു 10 കിലോ ചിക്കൻ, ചെറിയ ചില്ലി ചിക്കനെ കാട്ടി ഒരല്പം കൂടി 2 പീസ് ഇതിലാക്കി മേടിച്ച് വറുത്തിരിക്കുക. ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയും. ഇത് ഏത് പേരിട്ടാലും നല്ല വളരെ രുചികരമായിട്ട്. ഇത് ഇറച്ചി തന്നെയായിട്ടും എടുക്കാം. നമ്മളിപ്പം ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലും കൂടെ കൂട്ടിയാണ് എടുക്കുന്നത്. 10 കിലോ ചിക്കനാണ്. ആ ചിക്കൻ കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി തോർത്തി എടുത്തിട്ട് അത് മാരിനേറ്റ് ചെയ്ത്, അതായത് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അല്പം തൈരും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ച് ഇതിന് ശേഷം ചെറിയ ഇതായിട്ട് ഇതുണ്ട് കണ്ടില്ലേ, ഇതായിട്ട് വറുത്തെടുത്തിരിക്കുകയാണ്. വറുത്തെന്ന് പറഞ്ഞാൽ മണ്ട മാത്രമേ ഒരു മൂത്തിട്ടുള്ളൂ, ആകം വേകാനായിട്ട് കിടപ്പുണ്ട്. ഞാൻ അത് നമ്മൾ ഇതിൽ കൂടുതൽ അത് മൂപ്പിച്ചാൽ ഇത് കറിയാണ്. അന്നേരം കൊണ്ടാട്ടം എന്ന് പേരുണ്ട്. തിക്ക് ഗ്രേവിയുള്ളൊരു വിഭവമാണ്, ചിക്കൻ്റെ ഒരു വിഭവമാണ്. നമ്മൾ എന്നും ചിക്കൻ കറിയും ചില്ലി ചിക്കനും അതുപോലുള്ള കാര്യങ്ങൾ, ചിക്കൻ റോസ്റ്റൊക്കെ കൂട്ടുമ്പോൾ പുതിയൊരു രുചിയിൽ, പുതിയൊരു വെറൈറ്റിയിൽ ഉണ്ടാക്കണം. ഇതിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ഇത് നമ്മൾ ചെറുള്ളിയാണ്. പക്ഷേ നമ്മൾ ഇത് ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുള്ളി നമുക്ക് കൂടുതലായിട്ട് പൊളിച്ച് എടുക്കാനൊക്കെയുള്ള പ്രയാസം കൊണ്ട് അതിൻ്റെ ബാക്കിയായിട്ട് ചെറുള്ളി ആദ്യം ഇടുന്നു. ആദ്യം നമ്മൾ സ്റ്റൗവിൽ ഈ എണ്ണ അതിലേക്ക് സ്റ്റൗ കത്തിച്ചു. അതിലേക്ക് നമ്മൾ ചൂടാകുമ്പോഴത്തേന് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്രഷ് ചെയ്ത മുളക്, ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. ക്രഷ് ചെയ്ത മുളക്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി. എരിവിന് നമ്മൾ വളരെ കുറവാണ് ഇത് ചേർക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ അല്പം ഒരു കൂട് ചിക്കൻ മസാലയും ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർക്കും. മല്ലിപ്പൊടിയൊക്കെ വളരെ തുച്ഛമായിട്ട് ചേർക്കുന്നുള്ളൂ, ഒരു 100 ഗ്രാം. അപ്പോൾ ഇത് 10 കിലോയുടെ കണക്കിലാണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇടേണ്ട അരിയാതെ സിമ്മിലിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ആദ്യം ചെറിയ ഉള്ളി ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുണ്ട് ആവശ്യത്തിന് സവോളയും കൂടെ, ഒരു 1.5 കിലോ സവോളയുണ്ട്. അപ്പം ഉള്ളിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ, വീട്ടിലൊക്കെ നമ്മൾ കുറച്ച് ഒരു കോഴിയൊക്കെ മേടിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ പൊളിച്ച് നമുക്കുണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ഉള്ളിയിൽ മാത്രം പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് ആണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടി കൂടി, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടെ ചേർക്കാം. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇത് കണ്ടമാനം നമ്മൾ ചില്ലി ചിക്കനൊക്കെ റോസ്റ്റ് ഉള്ളി വാട്ടത്തില്ല, അത് വലിയ ഇതായിട്ട് വലിയ നമ്മൾ കണ്ടമാനം വേകാനായിട്ട് സമ്മതിക്കത്തില്ല. ഇതെന്താണ്, പെരണ്ടിരിക്കുന്ന തിക്ക് ഗ്രേവിയുള്ള പെരണ്ടിരിക്കുന്ന ഒരു വിഭവമാണ്. ഇനി വേണമെങ്കിൽ ഇനി നമുക്ക് ഈ സമയത്താണ് ഒരല്പം ഇത് ചേർക്കാണ്. ഒരല്പം ഗരം മസാല ഒരല്പം ചേർക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക്. അപ്പം ഈ വറ്റൽമുളക് ക്രഷ് ചെയ്ത് നമുക്ക് മിക്സിക്കകത്ത് നല്ലൊരു വെയിലത്തിട്ട് ഇത് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇനി വറ്റൽമുളക് നമുക്ക് ഈ ക്രഷ് ചെയ്ത് എടുക്കാൻ അത് പാക്കറ്റ് മേടിക്കാൻ കിട്ടും. പക്ഷേ നമുക്ക് അതിലൊക്കെ നല്ലത് ഈ വീടുകളിൽ നമുക്കൊരു വെയിലത്ത് വെച്ചിട്ട് മിക്സിക്കകത്തിട്ട് രണ്ടായിട്ട് വല്ലൊന്ന് മുറിച്ചിട്ടാണെങ്കിൽ ഒരു കറക്റ്റ് ഇറക്കില്ലേ. കണ്ടോ, ഇതാണ് ഞാൻ ക്രഷ് ചെയ്ത് ഇപ്പം തന്നെ മിക്സിയിൽ എടുത്ത സാധനമാണ്. ഇതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല, അല്ലെങ്കിൽ മറ്റേ വലിയ വിലയൊക്കെ കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് വേണ്ട. ഇനി ഇത് ഉണങ്ങാനായിട്ട് ഒരല്പം കൂടെ അതായിക്കോട്ടെ. അതിൻ്റെ തക്കാളി ഒരല്പം ചേർക്കണം. ആ തക്കാളി മസ്റ്റായിട്ട് ഇതിൽ ചേർക്കണമെന്നില്ല. നമ്മുടെ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഞാനതിൽ 2 തക്കാളി, വലിയ 2 തക്കാളി വലുതായിട്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ചേർത്തിക്കുക. ആ തക്കാളിയുടെ ഒരു ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ ഇത് വാടിക്കഴിയുമ്പോൾ കിട്ടാൻ വേണ്ടി ഉള്ള ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം. ഇത് നമുക്ക് ഇറച്ചി ഒക്കെ മീൻ കറിയൊക്കെ കൂട്ടി ചോറ്. അപ്പം നമ്മൾ ഒരല്പം
അല്പം ഞാൻ ഒരു സോസ് ഒരല്പം അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ടൊമാറ്റോ സോസ് ചെറുതായിട്ട് ഒരല്പം ചേർക്കും. അപ്പം നിങ്ങൾ ചില്ലി ചിക്കനുമായിട്ട് സാമ്യം തോന്നുമെങ്കിലും അല്പം മതി, അല്പം സോയാ സോസും കൂടെ. ഇതൊക്കെ പേരിന് മാത്രമേ ചേർക്കത്തുള്ളൂ. ഇതാണ്. അപ്പം ഇത് നന്നായിട്ട് ഇളക്കി അതിന് ഉപ്പ് എരിവൊക്കെ പാകമാണെന്ന് ഒന്ന് നോക്കട്ടെ. ഉപ്പും എരിവൊക്കെ പാകം. നമുക്ക് 2 മിനിറ്റ് കൂടെ വാടാനായിട്ട് സമയം കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് ഉപ്പ്, അതിൻ്റെ ആ ചെറിയൊരു പുളിരസം, അതിൻ്റെ എരിവ്, ഒരു ചെറിയ ആ ടൊമാറ്റോ സോസിൻ്റെ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. അതെല്ലാം ഒഴിച്ചിട്ട് മല്ലിയില അരിഞ്ഞത് കേട്ടോ. യൂട്യൂബിലൊക്കെ നോക്കിയാണ് പുതിയ വിഭവങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ചെറിയൊരു പാർട്ടിക്ക് കൊടുക്കാനാണ് അവരിങ്ങോട്ട് പറഞ്ഞ് ഇത് ഐറ്റം തന്നെ വേണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ കസ്റ്റമർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് അവർ പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ പരുവത്തിൽ നമ്മൾ ആ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ ഇത് പെരണ്ട ഒരു ഇതായിട്ട് ഇരിക്കണം. പെരണ്ട നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. അപ്പം ഈ മസാലയൊക്കെ വളരെ കുറച്ച് ചേർത്തിരിക്കുന്നു. ഇനി പ്രധാനമായിട്ടും വേണ്ടത് ഈ ക്രഷ് ചെയ്തിരിക്കുന്ന ആ ലഡ്ഡു. ഇത് നമുക്ക് വീണ്ടും ചേർക്കാം. എരിവ് കൂടിപ്പോകത്തൊന്നുമില്ല. അതിനുള്ള എരിവേ ഞാൻ മറ്റേ ഇതിലിട്ടിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക്, ഈ ചിക്കൻ്റെ മണ്ടയ്ക്ക് ഒരു പറ്റി പിടിപ്പിക്കുക. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ വേണ്ടി അത് ചേർക്കുക. ചിക്കൻ ഒരു പുതിയ തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ചിക്കൻ കൊണ്ട് എന്തെങ്കിലും നമ്മൾ സ്വപ്നം പോലും കാണാത്ത തരത്തിലുള്ള വിഭവങ്ങളാണ് ഓരോ ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. നല്ല നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉള്ളതുപോലെയല്ല. ഓരോ ഡിഷും വ്യത്യസ്തമായ ഒരാൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഉടനെ അടുത്ത വീട്ടിലെ ഫംഗ്ഷന് വരുമ്പോൾ ഉറപ്പായിട്ട് അവർ പറയും ഇത് ഇന്നടത്ത് കൊടുത്ത് ആ സാധനം നമുക്കും കൂടെ വേണമെന്ന്. ഇതിൽ ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം കുരുമുളക്. എരിവ് കൂടാതിരിക്കാനാണ് ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. എരിവ് കാണാനും കൂടാതിരിക്കാനായിട്ട്. ഇത് സ്പൈസി ആയ ഒരു ചിക്കൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 2 ടീസ്പൂണ് നെയ്യ് കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കും. സ്വന്തമായിട്ടും നെയ്യൊന്നും ചേർക്കണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മളുണ്ടാക്കുന്ന സാധനം നമ്മൾ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് അതുപോലെ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്കാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മളെ ഒരാശ്രയിക്കത്തില്ല. അപ്പം നല്ല രീതിയിൽ വേണം. ഇനി നമുക്ക് ഒത്തിരി സമയം വേണ്ട. ചിക്കൻ ഓൾറെഡി ആദ്യം തന്നെ ഒരു പകുതി മുക്കാലും വേവായതാണ്. അതിനുശേഷം നമ്മൾ ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് പൊടിയാതിരിക്കാനാണ്, ഈ ചിക്കൻ കണ്ടാലും പൊടിയാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ നമ്മൾ മൊത്തം ഇത് നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൂടി വന്നാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സിമ്മിലായിരിക്കണം. വളരെ സിമ്മിലാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഇത് വളരെ തീ കുറച്ചിട്ടാൽ മാത്രമേ നമുക്കത് നല്ല ഇതിൽ പിന്നെ എന്തെങ്കിലും എന്താണ് ചിക്കൻ്റെ വേകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവിക്കും അതിൻ്റെ ഈ ഗ്രേവിക്കകത്ത് കിടന്ന് നന്നായിട്ട് ഒന്നുകൂടെ വേഗണം. അതിനാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ കോഴിയുടെ ചിക്കൻ്റെ എല്ലുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. ഇനി എല്ലില്ലാതെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമ്മൾ നല്ലൊരു അപാര രുചിയാണ്. നല്ലൊരു ടേസ്റ്റബിൾ സാധനമായിട്ടാണ്. അതുപോലെ നമ്മുടെ പ്രവർത്തകൻ പറഞ്ഞ പോലെ ഈ മെത്തേഡിൽ തന്നെ നമുക്കെന്താ ബീഫ് ഇതുപോലെ വേവിച്ചിട്ട്
ബീഫ് നമ്മൾ കുക്കറിൽ 2 അടിച്ച് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് ബീഫ് പോലെ നമുക്ക് ബീഫ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റുള്ളതായിരിക്കും. പക്ഷേ ബീഫ് ചിക്കനെ അപേക്ഷിച്ച് വേവ് കൂടുതലുള്ളതായതുകൊണ്ട് അത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. ബീഫ് എന്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ പൊടിക്കയ്യ ഇത് അവസാനം നിർത്തുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഇത് കുക്കായിട്ടുണ്ട്. ടേസ്റ്റ് എല്ലാം നോക്കിയപ്പം വളരെ രുചികരമാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ മേലിലും നമുക്ക് പുതിയ പുതിയ ചിക്കൻ കൊണ്ടുള്ളോ മറ്റേത് വിഭവങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അതിൽ ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരല്പം മല്ലി പുതിന ഇല ഒരല്പം കരിയാപ്പയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇതിലിടുന്നു. അതോടൊപ്പം തന്നെ ക്രഷ് ചെയ്ത ഒരു അല്പം കൂടെ ക്രഷ് ചെയ്ത ഒരല്പം വറ്റൽ മുളകും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പം നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരമാവധി എരിവ് കുറയ്ക്കും നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം. ഇത് ഇതുണ്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ ഏറ്റവും സ്വാദിഷ്ടമായ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വളരെ രുചികരമായിട്ട് തോന്നുന്നു. ഇത് കണ്ടോ നമ്മുടെ ഏറ്റവും നല്ല സൂപ്പർ ചിക്കൻ കൊണ്ടാട്ടമാണ്. വീണ്ടും ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹമുള്ള ആളുകളുടെ വിവിധ ഗ്രൂപ്പുകളിൽ നിങ്ങൾ എത്തിക്കുക. വന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പം എന്താണ് നല്ല ചിക്കൻ്റെ പല വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വേറിട്ട ഒരു രുചിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്ന രുചിക്കൂട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എല്ലാ ആളുകളും ഞായറാഴ്ച ദിവസമോ ഇതുപോലുള്ള അവധി കിട്ടുന്ന ദിവസമോ നിങ്ങളുടെ വീട്ടിലാണേലും ഒരാൾ തന്നെ അടുക്കളയിൽ കയറി ഇത് ചെയ്യുന്നതിൽ നല്ലത് എന്താണ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അത് അതുവഴി നമുക്ക് സന്തോഷമുണ്ടായിരിക്കും. മറ്റൊരു നല്ല വേറെ വിഭവമായിട്ട് ചിക്കൻ കൊണ്ടാട്ടം നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഭവമായിട്ട് കാണുന്നത് വരെ ബായ്.